അസ്സലാമു അലൈക്കും. കാത്തിരിപ്പിന് വിരാമം കുറിച്ച് ഒരു വെളുത്ത അംബാസിഡർ കാർ അസൻകയുടെ വീടിനു മുന്നിൽ ബ്രേക്കിട്ടു. അവരെത്തീക്കണ്. പെണ്ണുങ്ങളടക്കം പറയുന്നത് നസീമ മുറിയിലിരുന്നു കേട്ടു. ചൊല്ലിക്കൊണ്ടിരുന്ന സ്വലാത്ത് പാതിവഴിയിൽ മുറിഞ്ഞു. നാവു വഴങ്ങുന്നില്ല. കൈകാലുകൾക്കൊരു വിറയൽ പോലെ. നെഞ്ചിൽ ഇടിപ്പടക്കങ്ങൾ മുഴങ്ങുന്നു. റംലത്ത് അവൾക്ക് ധൈര്യം കൊടുത്തുകൊണ്ടിരുന്നു. ചെറുക്കൻ്റെ കൂടെ വന്ന സ്ത്രീകൾ അവളെ കാണാനായി റൂമിലേക്ക് വന്നു. അവൾ റംലത്തയുടെ കൈ മുറുകെ പിടിച്ചു. അവരെ കണ്ടതും റംലത്ത നസീമയുടെ കൈ വിടുവിച്ചു. കുറച്ചു മാറി നിന്നു. ഇങ്ങള് സംസാരിക്കീം ഇരിക്കീം. ഹലീമത്ത രണ്ടു മൂന്ന് കസാരകൾ അവിടെ കൊണ്ട് വച്ചുകൊണ്ട് പറഞ്ഞു. നസീമക്ക് അവരോട് ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടായെങ്കിലും കഴിഞ്ഞില്ല. ആരുടെയും മുഖത്ത് നോക്കാൻ പോലും ഒരു ധൈര്യം കിട്ടുന്നില്ല. അവൾ ദയനീയമായി ഉമ്മയെ നോക്കി. ഉമ്മ അവളെ കണ്ണുകൾ കൊണ്ട് ആശ്വസിപ്പിച്ചു. നസീമക്ക് പേടിയുണ്ടോ? പേടിക്കൊന്നും വേണ്ട. ഞങ്ങളെന്നെ ഒന്നും കാട്ടൂല. അവരിൽ നിന്നും ഒരു മധ്യവയസ്കയായ സ്ത്രീ പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. നസീമയും ഒരു വിളറിയ ചിരി. എത്ര വരെ പഠിച്ചു? ഒരു ചെറുപ്പക്കാരി അവളുടെ അടുത്ത് വന്ന് ചോദിച്ചു. മദ്രസ 7ാം ക്ലാസ്സും സ്കൂളിൽ 10ാം ക്ലാസ്സും. നസീമ ധൈര്യം സംഭരിച്ചു പറഞ്ഞു. ഓള് 10ാം ക്ലാസ് പഠിക്കേ മാത്രല്ലട്ടോ, പരീക്ഷ പാസ്സാവുകയും ചെയ്തു. റംലത്ത ഒട്ടും കുറച്ചില്ല. ചോദ്യവും പറച്ചിലും തൊട്ടുനോക്കലും തകൃതിയായി. കൂട്ടത്തിലെ ആ ചെറുപ്പക്കാരി അവളുടെ തലയിലെ തട്ടം പൊക്കി മുടിയുടെ അളവ് നോക്കാനും മറന്നില്ല. എല്ലാവരും അത്ഭുത ജീവിയെപ്പോലെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് നസീമക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ആ ഓര് കണ്ട് കഴിഞ്ഞെങ്കിൽ ഇനി ചെറുക്കൻ കാണട്ടെ. ബാപ്പ അകത്തു വന്നു ഉമ്മയോട് അടക്കം പറഞ്ഞു. എന്നാ പിന്നെ ഇനി മോൻ കാണട്ടെ അല്ലേ? ഹലീമത്ത റൂമിൽ വന്ന് ചോദിച്ചു. എല്ലാവരും അത് ശരിവച്ചു എഴുന്നേറ്റു. കോലായിൽ 3 പേരിൽ കൂടുതൽ ആണുങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയ നസീമ അങ്ങോട്ട് പോവാൻ മടി കാണിച്ചു. വലിയ മതബോധം ഒന്നുമില്ലെങ്കിലും അന്യപുരുഷന്മാരുടെ മുന്നിൽ പ്രദർശന വസ്തുവാകാൻ അവൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതിന് സാമാന്യബോധവും 7ാം ക്ലാസ് മദ്രസയും തന്നെ ധാരാളം. പോരാത്തതിന് പള്ളിയിലെ മതപ്രഭാഷണ വേദികളൊന്നും അവൾ നഷ്ടപ്പെടുത്താറില്ല. അതിൽ നിന്നെല്ലാം അത്യാവശ്യം വേണ്ട അറിവുകൾ അവൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും മകളുടെ ആവശ്യം ന്യായമെന്ന് തോന്നിയ അസൻക ചെറുക്കൻ്റെ ചെവിയിൽ ചെന്ന് കാര്യം പറഞ്ഞു. അവനുടനെ സമ്മതിച്ചു. കാരണവരോട് സമ്മതം വാങ്ങി അകത്തേക്ക് വന്നു. നസീമയും അവരുടെ കൂട്ടത്തിലെ ആ ചെറുപ്പക്കാരിയും ഹാളിൽ ഒരു മൂലയിൽ നിന്നു. മറ്റുള്ളവർ അപ്പുറത്തേക്ക് നീങ്ങി നിന്നു. അവൻ അവരുടെ അടുത്തു വന്നു നസീമയെ നോക്കി. എന്താ പേര്? നസീമ. അവൾ തല ഉയർത്താതെ മറുപടി പറഞ്ഞു. ഞാൻ നിസാർ. ദുബായിൽ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി. നസീമക്ക് എന്നെ കാണണമെന്നുണ്ടോ? നസീമ തല ഉയർത്തി നോക്കി. ഗൗരവം വിടാത്ത മുഖം, ചെറുചിരി പോലും ഇല്ല. ഭംഗിയിൽ ഒതുക്കി വെട്ടിയ താടിയും മീശയും. മൊത്തത്തിൽ വെളുത്ത ഒരു സുന്ദരൻ. നസീമ അവനെ കണ്ടു എന്നായപ്പോൾ അയാൾ തിരിച്ചു കോലായിലേക്ക് പോയി. അവൾ മിഴിച്ചു നിന്നു. ഇക്കാക്ക കുറച്ച് ഗൗരവക്കാരനാ. പക്ഷെ ആള് പച്ച പാവാണ് ട്ടോ. ഇനി നീ വേണം ഈ ഗൗരവമൊക്കെ മാറ്റിയെടുക്കാൻ. ആ ചെറുപ്പക്കാരി നസീമയുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. അതിൽ നിന്നും അത് ചെറുക്കൻ്റെ പെങ്ങളാണെന്ന് നസീമക്ക് മനസ്സിലായി. ഉമ്മയും പെങ്ങളും ഒരു അമ്മായിയും ആണ് വന്നിരുന്നത്. ചായകുടി സൽക്കാരം കഴിഞ്ഞ് അവർ പോകാനിറങ്ങുമ്പോൾ നസീമയുടെ ഉപ്പയെ വിളിച്ചു. കൂട്ടത്തിലെ കാരണവർ എന്ന് തോന്നിക്കുന്ന ആൾ പറഞ്ഞു. ഓനിക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഇങ്ങളെ മോളെ പറ്റിയിക്കണ്. അപ്പോൾ എങ്ങനാന്ന് വെച്ചാ ഇങ്ങളങ്ങോട്ട് വരീൻ. കാര്യങ്ങൾ ഞമ്മക്ക് ഉറപ്പിക്കാം. അൽഹംദുലില്ലാ, ഞങ്ങൾ ഉടനെ അറിയിക്കാം. അസൻക അയാളുടെ കൈ പിടിച്ചു. നിസാർ വന്നു അയാളുടെ കൈ പിടിച്ചു യാത്ര ചോദിച്ചു. പെണ്ണുങ്ങൾ എല്ലാവരും നസീമയുടെയും ഉമ്മയുടെയും കൈപിടിച്ച് യാത്ര ചോദിച്ചു. അവർ വണ്ടിയിൽ കയറി പോകുന്നത് നസീം ഒരു നെടുവീർപ്പോടെ നോക്കി നിന്നു. ഞങ്ങൾക്ക് അളിയാക്കയെ നല്ലോണം ഇഷ്ടായി. ഇത്താത്താക്ക് ഇഷ്ടായോ? നെജുമോളുടെയും ആരിസ്മോൻ്റെയും ചോദ്യത്തിന് നസീമ വെറുതെ ഒന്ന് ചിരിച്ചു കൊടുത്തു. അവർ പോയതോ അസൻക ഉടനെ വീട്ടിൽ നിന്നും ഇറങ്ങി. ഉസ്മാനാജിയുടെ വീട്ടിലേക്ക് നടന്നു. ഹലീമത്ത അടുക്കളയിൽ നിന്ന് പലഹാരങ്ങളെല്ലാം എടുത്തു വച്ചു. അവർ എന്തു പറഞ്ഞു എന്ന് ചോദിക്കാനായി പുറത്തേക്ക് വന്നപ്പോഴേക്കും അയാൾ നടന്നു അങ്ങ് റോഡിലേക്ക് കയറിയിരുന്നു. അവർക്ക് ദേഷ്യം വന്നു.
ഈ മനുഷ്യനെന്താ എന്നോടൊരു വിവരം പറയാതെ ഇറങ്ങിപ്പോയത്? ഉമ്മയുടെ പരാതി പറച്ചിൽ കേട്ടെങ്കിലും നസീമ ഒന്നും മിണ്ടിയില്ല. അവൾക്കറിയാൻ വലിയ താല്പര്യം തോന്നിയില്ല. ഹസൻക മടങ്ങി വരുമ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. വന്ന ഉടനെ നിസ്കരിച്ചു. അയാൾ ഭാര്യയെ നീട്ടി വിളിച്ചു. അവർ പറഞ്ഞ കാര്യങ്ങളും താൻ ഉസ്മാൻ ഹാജിയുടെ വീട്ടിൽ പോയി സംസാരിച്ചു. അങ്ങോട്ട് നാളെ തന്നെ ഞങ്ങൾ കുറച്ച് ആണുങ്ങൾ പോയി കാര്യം ഉറപ്പിക്കാൻ തീരുമാനിച്ചെന്നും പറഞ്ഞു. ഹലീമത്ത സന്തോഷത്തോടെ എല്ലാം കേട്ടിരുന്നു. എന്താ നസീമാൻ്റെ അഭിപ്രായം? ഞാനൊന്നും ചോദിച്ചില്ല. ഓളിപ്പോൾ എന്ത് പറയാൻ? ഇങ്ങള് പറയുന്നതിൻ്റെ എതിരൊന്നും അവൾ നിൽക്കൂല. എന്നാലും ഇങ്ങളൊന്ന് ചോദിച്ചോക്കിയും ഹലീമ കൂട്ടിച്ചേർത്തു. അയാൾ മകളെ നീട്ടി വിളിച്ചു. നസീമ. അടുക്കളയിൽ ഉപ്പേരിക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നസീമ. കൈകൾ തലപ്പിൽ തുടച്ചു ബാപ്പയുടെ മുറിയിലേക്ക് നടന്നു. മോളെ, ബാപ്പയും കുറച്ചാളും ചേർന്ന് നാളെ അൻ്റെ നിക്കാഹ് ഉറപ്പിക്കാൻ നിസാറിൻ്റെ വീട്ടിൽ പോവാണ്. മോൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ? നസീമ തല താഴ്ത്തി നിന്നു. എനിക്കിപ്പോൾ തന്നെ നിക്കാഹൊന്നും വേണ്ടാർന്നുപ്പാ. ഞാൻ കുറച്ചുകൂടെ ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഉണ്ണികളെയും കൂടി നിൽക്കട്ടെ, എന്നിട്ട് മതി കല്യാണമൊക്കെ. അവൾക്ക് സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു. ഹലീമത്ത ആരും കാണാതെ കണ്ണ് തുടച്ചു. മോളെ, ഈ വിഷമം ഒക്കെ മാറും. മോൾക്ക് ഇഷ്ടക്കേടൊന്നും ഇല്ലല്ലോ? പെൺകുട്ടികൾ ഒരു പ്രായമായാൽ പിന്നെ ബാപ്പാരി ഉമ്മാരി മനസ്സിലൊരു ആദിയാണ്. ഇങ്ങളെ സുരക്ഷിതയായ കൈകളിൽ ഏൽപ്പിച്ചാലേ ഞങ്ങൾക്ക് സമാധാനമാവുള്ളൂ. ബാപ്പാടെ മോൾ വിഷമിക്കാതെ. ഇല്ല ബാപ്പ, ഇങ്ങളെ ആദ്യം എനിക്ക് മനസ്സിലാവും. ബാപ്പാടെ ഇഷ്ടം പോലെ ആവട്ടെ. എനിക്ക് ഇഷ്ടക്കേടൊന്നുമല്ല. അവൾ തിരിഞ്ഞു നടന്നു. ഹസൻകയും ഹലീമത്തയും നെടുവീർപ്പിട്ടു. പേരറിയാത്തൊരു ദുഃഖം നസീമയെ വന്നു പൊതിഞ്ഞു. അടുക്കളയിൽ പകുതി അരിഞ്ഞു വെച്ച ക്യാരറ്റ് അവൾ പാടെ മറന്നു. മുറിയിൽ കയറി ജനലിലൂടെ പുറത്തെ താരനിബിഡമായ ആകാശം നോക്കി അവൾ നിന്നു. ചെറുക്കൻ എന്തേലും സ്വഭാവദൂഷ്യം കാണും, അസൂയക്കാർ അടക്കം പറഞ്ഞു. പലതും ഹസൻകയുടെ ചെവിയിലുമെത്തി. അയാൾ അതൊന്നും കാര്യമാക്കിയില്ല. അയാൾക്ക് ഉസ്മാൻ ഹാജിയെ പൂർണ്ണ വിശ്വാസമായിരുന്നു. അദ്ദേഹം തന്നെ ചതിക്കില്ലെന്ന് അയാൾക്കറിയാം. അസൂയക്കാർ പലതും പറയും, എങ്കിലും എവിടെയോ ഒരു നീറ്റൽ അവശേഷിച്ചു. എല്ലാം ഖൈറാവും എന്നയാൾ സ്വയം പറഞ്ഞു. റബ്ബിനോട് ദുആയിരുന്നു. നസീമ ചില സമയങ്ങളിൽ ഉല്ലാസവതിയായും മറ്റു ചിലപ്പോൾ ചിന്താവിഷ്ടയായും കാണപ്പെട്ടു. ബാപ്പ അന്ന് പറയാതെ വെച്ച രഹസ്യം അവളെ ഇടയ്ക്കിടെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. തനിക്ക് നന്മ വരുന്നതല്ലാത്ത ഒന്നും ബാപ്പ മുൻകൈയെടുത്ത് ചെയ്യുകയില്ലെന്ന് ആശ്വസിച്ചു. അവൾ എല്ലാം റബ്ബിൽ അർപ്പിച്ചു. ദിവസങ്ങൾ നീങ്ങി. വിവാഹത്തിന് ഇനി കുറഞ്ഞ നാളുകൾ മാത്രമേയുള്ളൂ. നസീമ പുതിയ ജീവിതത്തിനു വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരിൽ ചിലരുടെ സംസാരത്തിൽ നിന്നാണ് സമീർ നസീമയുടെ വിവാഹകാര്യം അറിഞ്ഞത്. അവനു കടുത്ത നിരാശ തോന്നി. കുഞ്ഞുനാളു മുതലേ അവളോടൊരു പ്രത്യേക ഇഷ്ടമായിരുന്നു. ഇതുവരെ മറ്റൊരു പെൺകുട്ടിയോടും തോന്നാത്ത ഒരിഷ്ടം. ജീവിതത്തിലും അവളെ കൂടെ കൂട്ടണമെന്ന് തോന്നുന്നത് വരെ ഒരാളോടും പറഞ്ഞിരുന്നില്ല. ആദ്യമായി പറഞ്ഞതും അവളോട് തന്നെ. അവൾക്കത് പൂർണ്ണമായും മനസ്സിലായോ? എന്താണവൾ തന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുക എന്നൊന്നും അറിയില്ല. അവൾ അടക്കവും ഒതുക്കവുമുള്ള പെൺകുട്ടിയാണ്. അതുകൊണ്ടാണ് മറുപടി ഒന്നും പറയാതെ ഓടിപ്പോയത്. എന്നാലും ഇത്ര പെട്ടെന്ന് അവളുടെ വിവാഹം ഉറപ്പിക്കുമെന്ന് താൻ ചിന്തിച്ചതേയില്ല. അത് മണ്ടത്തരമായിപ്പോയി. താൻ കുറച്ചുകൂടി മുൻകൂട്ടി കാര്യങ്ങൾ കാണണമായിരുന്നു. അവളുടെ ബാപ്പയോടോ എൻ്റെ ഉമ്മയോടോ ഒരു ചെറിയ സൂചനയെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അത് തുറന്നു പറയണമെന്നുള്ള നബിവചനം എല്ലാ അർത്ഥത്തിലും ശരിയാണെന്ന് അവന് മനസ്സിലായി. അവനു കടുത്ത നിരാശ തോന്നി. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ അവളുടെ ബാപ്പയെ കണ്ടൊന്ന് വെറുതെ കാര്യങ്ങൾ അന്വേഷിക്കണം എന്നവൻ തീരുമാനിച്ചു. സമീറിൻ്റെ ബാപ്പ അവൻ്റെ ചെറുപ്പത്തിലേ മരിച്ചുപോയതാണ്. അവന് മൂത്തത് ഒരു സഹോദരിയാണുള്ളത്. അവളെ കല്യാണം കഴിച്ചു വിട്ടു. സുഖമായി ജീവിക്കുന്നു. വീട്ടിൽ സമീറും ഉമ്മയും മാത്രമേ ഉള്ളൂ. ഉമ്മ കൂലിപ്പണിക്ക് പോയിട്ടാണ് അവരെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം. എല്ലാ കാര്യങ്ങളും സമീർ ആദ്യം പറയുന്നത് ഉമ്മയോടാണ്. നസീമയുടെ കാര്യം എന്തുകൊണ്ടോ അവൻ പറഞ്ഞില്ല. സമയമായിട്ടില്ലെന്ന
തോന്നലായിരുന്നു. 2 ദിവസമായി അവൻ്റെ ഉന്മേഷക്കുറവും മുഖത്തെ വാട്ടവുമൊക്കെ കണ്ട് ഉമ്മ ചോദിച്ചു, എന്താ മോനെ നിനക്ക് പറ്റിയേ എന്ന്. അവൻ ഒഴിഞ്ഞു മാറിയതേ ഉള്ളൂ. എന്തായാലും ഹസൻക്കയോട് സംസാരിച്ച ശേഷം അനുകൂലമാണെങ്കിൽ ഉമ്മയോട് പറയാം, ഇല്ലെങ്കിൽ വേണ്ട. ഇനി ഉമ്മക്കും അതിൻ്റെ പേരിലൊരു വേദന നൽകേണ്ട. എല്ലാം തൻ്റെ ഉള്ളിൽ തന്നെ എരിഞ്ഞു തീരട്ടെ. വൈകുന്നേരം നസീമ മുറ്റമടിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആരോ പടി കടന്ന് വരുന്നത് കണ്ടത്. അടുത്തെത്തിയപ്പോഴാണ് അവൾക്ക് ആളെ തിരിഞ്ഞത്. സമീർക്ക. എന്തിനായിരിക്കും ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? തൻ്റെ വിവാഹകാര്യം അറിഞ്ഞിട്ടുണ്ടാവുമോ? തന്നോടന്ന് പറഞ്ഞതുപോലെ ബാപ്പയോടും പറയാനാകുമോ? ബാപ്പ എങ്ങനെ പ്രതികരിക്കും? അവൾ നെഞ്ചിടിപ്പ് കൂടി വന്നു. നസീമ, എന്താ ആലോചിക്കുന്നത്? സ്വപ്നം കാണുകയാണോ? ബാപ്പയില്ലേ ഇവിടെ? ഇതിനകം മുറ്റത്തെത്തിയ സമീർ ചോദിച്ചു. ആ ഉണ്ട്. അവൾ അകത്തേക്കോടി. പിന്നാമ്പുറത്തെ മുറ്റത്ത് എന്തോ പണിയിലായിരുന്ന ബാപ്പയോട് അവൾ പുറത്താരോ വന്നിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞു. ഹസൻക കോലായിലെത്തി. മുറ്റത്തു നിൽക്കുന്ന സമീറിനെ കണ്ടു. ആരിത്? സമീറോ? എന്താ ഈ വഴിയൊക്കെ? മുറ്റത്തന്നെ നിൽക്കാതെ ഇങ്ങട് കയറിയിരിക്കി. സമീർ കൊലായിൽ കയറി തിണ്ണയിലും ഹസൻക കസേരയിലും ഇരുന്ന്. എങ്ങനെ തുടങ്ങും, എന്ത് പറയും എന്നവനൊരു പിടുത്തം കിട്ടിയില്ല. ഹസൻക അവൻ്റെ വീട്ടിലെയും ഉമ്മാൻ്റെയും വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അവൻ തിരിച്ചും വിശേഷങ്ങൾ ചോദിച്ച്. മക്കളുടെ കാര്യമെത്തിയപ്പോൾ നസീമ 10ാം ക്ലാസ് പാസ്സായ വിശേഷം ഹസൻക പറഞ്ഞത് അവനൊരു പിടിവള്ളിയായി. അവൻ ട്യൂഷൻ എടുക്കുന്നതിനെക്കുറിച്ചാണ് ആദ്യം സംസാരിച്ചത്. അവൾക്കതിനുള്ള സൗകര്യം ഒരുക്കണമെന്നും കഴിവുള്ള കുട്ടിയാണെന്നുമൊക്കെ ഒന്നും അറിയാത്ത രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ആ, അപ്പോൾ ഓളെ നിക്കാഹ് ഉറപ്പിച്ചതൊന്നും ഈ അറിഞ്ഞില്ലേ? ഈ മാസം അവസാനം ഓളെ നിക്കാഹാണ്. ഇനി ട്യൂഷനൊക്കെ ഓളെ പുതിയാപ്പിളക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിക്കാഹ് കഴിഞ്ഞിട്ട് ഓളെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അതൊന്ന് കഴിഞ്ഞ് കിട്ടിയാലേ ഇനി എനിക്ക് സമാധാനം കിട്ടുള്ളൂ. തുടർന്ന് അവളുടെ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളെപ്പറ്റിയും അയാളുടെ പ്രതീക്ഷകളും പുതിയാപ്പിളയുടെ വിശേഷങ്ങളെക്കുറിച്ചും ഒക്കെ ഹസൻക വാചാലനായി. സമീർ എല്ലാം കേട്ട് വെറുതെ ചിരിച്ചു. നസീമയുടെ ബാപ്പ ഇപ്പോൾ വലിയ സന്തോഷത്തിലാണുള്ളത്. തൻ്റെ മനസ്സിലുള്ളത് പറയേണ്ട സമയമല്ലിത്. അത് അദ്ദേഹത്തിൻ്റെ എപ്പോഴുള്ള സന്തോഷം കെടുത്താനേ ഉപകരിക്കൂ. അല്ലെങ്കിൽ തന്നെ സ്ഥിരമായൊരു വരുമാനം പോലും ഇല്ലാത്ത താനെങ്ങനെ വിവാഹകാര്യം സംസാരിക്കും? മറുപുറത്തുള്ളത് പാരമ്പര്യമായി തന്നെ ഒരുപാട് സ്വത്തുള്ള വലിയ തറവാട്ടുകാരും. താനൊരുപാട് വൈകിപ്പോയി. ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് അവന് തോന്നി. നസീമ എന്നത് തൻ്റെ ജീവിതത്തിലെ ഒരടുത്ത അധ്യായം മാത്രമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പിന്നെ അധിക നേരം അവൻ അവിടെ ഇരുന്നില്ല. സമീർ പടിയിറങ്ങി പോകുന്നത് കതകിനു പിറകിൽ നിന്ന് നസീമ നോക്കിക്കണ്ടു. എന്തൊക്കെയോ അവൻ പറയാൻ ബാക്കി വച്ചതുപോലെ അവൾക്ക് തോന്നി. ഒരു വിങ്ങൽ ഉള്ളിൽ നിറഞ്ഞു. ദിവസങ്ങളായി താൻ പാകപ്പെടുത്തിയെടുത്ത മനസ്സിൻ്റെ താളം തെറ്റുന്നത് പോലെ ആകപ്പാടെ ഒരു മരവിപ്പ്. ഒരു ഭാഗത്ത് ആർക്കോ വേണ്ടി തന്നെ കാണാൻ വന്ന തനിക്കറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളുടെ ഭാണ്ഡം പേറി നിൽക്കുന്ന നിസാർ. മറുവശത്ത് സദാ പുഞ്ചിരിക്കുന്ന മുഖവുമായി തന്നെ സ്നേഹത്തോടെ ജീവിതത്തിലേക്ക് ചേർത്താൻ ആഗ്രഹിച്ച സമീർ. അവൾക്ക് തല പെരുക്കുന്നതുപോലെ തോന്നി. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ ചുഴിയിൽപ്പെട്ട് അവൾ വട്ടം കറങ്ങി. മനസ്സ് സംഘർഷഭരിതമാകുമ്പോൾ ഹൃദയത്തെ പൂർണ്ണമായും മദീനയിലേക്ക് മേയാൻ വിടുക. കഴിഞ്ഞ മാസം പള്ളിയിൽ നടന്ന മതപ്രഭാഷണ പരമ്പരയിൽ ഉസ്താദ് പറഞ്ഞ വാക്കുകളാണ് അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ച യാതനകൾ ഓർക്കുമ്പോൾ തനിക്കൊന്നും ഒന്നുമില്ലെന്ന് അവൾ ഓർത്തു. മുത്തുനബി തങ്ങളുടെ ബർക്കത്തുകൊണ്ട് തനിക്കേറ്റവും ഖൈറായത് എന്താണോ അത് നീ നൽകണേ റബ്ബേ എന്നവൾ മനമുരുകി പ്രാർത്ഥിച്ചു. അധരങ്ങൾ സ്വലാത്തിൽ മന്ത്രണങ്ങളാൽ ചലിച്ചു തുടങ്ങിയതും മനസ്സിൻ്റെ ഭാരം അല്പാൽപമായി ഒഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. കല്യാണത്തിന് ദിവസങ്ങൾ മാത്രം. കല്യാണ വിളികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി കുറച്ചു അയൽവീടുകൾ മാത്രമേ പറയാനുള്ളൂ. ഹസൻക ഓടിയോടി തളർന്നിരുന്നു. എല്ലായിടത്തും അയാൾ തന്നെ എത്തണമായിരുന്നു. അവർ ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിലും കൂടി തൻ്റെ മോളെ ഒരു കുറവും കൂടാതെ ഇറക്കി വിടണം എന്നത്
ഏതൊരു പിതാവിനെയും പോലെ അയാളും ആഗ്രഹിച്ചു. അതിനായി കഠിനമായി പ്രയത്നിച്ചു. കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും സഹായങ്ങൾ കൊണ്ടും അസൻകയുടെ അധ്വാനഫലം കൊണ്ടും അത്യാവശ്യം സ്വർണ്ണാഭരണങ്ങളും കല്യാണസാരിയും മറ്റും എടുത്തു കഴിഞ്ഞു. ഇതെല്ലാം തനിക്ക് വേണ്ടിയുള്ളതാണെന്നും താനാണ് മണവാട്ടിയാകാൻ പോകുന്നതെന്നും നസീമയ്ക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ ആയിട്ടില്ല. സ്വന്തം കല്യാണമായിട്ടും ഒരു പുതുപെണ്ണിൻ്റെ ഉന്മേഷമോ കിനാവുകളോ ഒന്നും അവളിൽ ഉണ്ടായില്ല. പുതുമാരനെപ്പറ്റി ഓർക്കുമ്പോൾ നാണം പിരിയേണ്ടതിന് പകരം അവനെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഒരു അകാരണമായ ഭയം അവളെ പൊതിഞ്ഞുകൊണ്ടിരുന്നു. പെണ്ണ് കാണാൻ വന്ന ദിവസത്തെ ഗൗരവം നിറഞ്ഞ മുഖവും സംസാരരീതിയുമെല്ലാം ഓർക്കുന്തോറും ആ ഉൾഭയം വർദ്ധിച്ചു. എല്ലാം ഹൈറാക്കണേ എന്നവൾ 5 നേരം പടച്ചവനോട് ദുആയിരുന്നു. തൻ്റെ മനസ്സിലെ ആദി അവൾ ആരോടും പങ്കുവച്ചില്ല. എന്തിനു വെറുതെ അവരെ കൂടി വിഷമിപ്പിക്കണം? ഇതൊന്ന് ഭംഗിയായി നടന്നു കാണാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന ബാപ്പയെ താൻ സങ്കടപ്പെടുത്തിക്കൂടാ? ഹലീമത്ത പക്ഷേ അവളുടെ സന്തോഷമില്ലായ്മയും ആലോചിച്ചുള്ള ഇരിപ്പും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ മകളെ ചേർത്തിരുത്തി ഉപദേശിച്ചു കൊണ്ടിരുന്നു. മോളെ, നമ്മുടെ വീട് വിട്ട് അന്യ വീട്ടിൽ പോകുമ്പോൾ സങ്കടമൊക്കെ സ്വാഭാവികമാണ്. നീ നിന്റെ ജീവിതം സന്തോഷപൂർണ്ണമാക്കുന്നതിൽ നിന്റെ മനോധൈര്യത്തിനുള്ള പങ്ക് ചെറുതല്ല. അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എല്ലാത്തിനെയും നേരിടാൻ മനസ്സിനെ സജ്ജമാക്കണം. ഇങ്ങനെ ആലോചിച്ചിരുന്ന് വെറുതെ സ്വയം തളരല്ലേ. ആണുങ്ങളുടെ മനസ്സ് സ്നേഹവും പരിചരണവും വാരിക്കോരി നൽകി കീഴ്പ്പെടുത്തണം. സ്നേഹത്തിനു മാത്രമേ അതിന് കഴിയൂ. എൻ്റെ മോൾക്ക് അല്ലാഹു നല്ലത് വരുത്തുള്ളൂ. അവർ കണ്ണു തുടച്ചു. നസീമ ഉമ്മയുടെ തോളിൽ ചാരിക്കിടന്നു. ഇത്രയും നാൾ മനസ്സിൽ അടക്കി വച്ചിരുന്ന ഭാരം മുഴുവൻ കണ്ണീരായി പെയ്തിറങ്ങി. ഇനി ഞാൻ കരയില്ല. കരഞ്ഞിരുന്നത് കൊണ്ടോ മറ്റോ ഒരു നേട്ടവും ഇല്ല. എന്തിനേയും നേരിടാൻ മനസ്സിനെ സജ്ജമാക്കണം. എപ്പോഴും ശുഭാപ്തി വിശ്വാസം വേണം. നസീമ മനസ്സിലുറപ്പിച്ചു. അവൾക്കൊരു ധൈര്യം വീണു കിട്ടിയതുപോലെ. ഇനിയുള്ള എണ്ണപ്പെട്ട ദിവസങ്ങൾ ബാപ്പയോടും ഉമ്മയോടും കൂടപ്പിറപ്പികളോടുമൊക്കെ സന്തോഷത്തോടെ ഇരിക്കണം. അവൾ പഴയതുപോലെ ഉണ്ണികളെ നോക്കിയും ചെടികളോട് കിന്നരിച്ചും ഉമ്മയെ സഹായിച്ചും ദിവസങ്ങൾ നീങ്ങി. നാളെയാണ് കല്യാണരാവ്. നസീമയുടെ വീട്ടുമുറ്റത്ത് പന്തലുയർന്നു.